റോജായ CPM സംസ്ഥാന സമ്മേളനം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇതുവരെ പിണറായി വിജയനെതിരെ വിമർശനം പോയിട്ട് ഭരണത്തിൻ്റെ വീഴ്ച പോലും കാര്യമായി പറഞ്ഞിട്ടില്ല. ഇത്രയ്ക്ക് അധീനപ്പെട്ടിരിക്കുകയാണ് CPM പിണറായിക്ക്. അല്ല, അതാണ് തോന്നുന്നത്. കാരണം ഇതൊരു പുതിയ കാര്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വങ്ങൾക്കെതിരെ നമ്മൾ ഈ കണ്ട കാലങ്ങളിലൊന്നും തന്നെ നേതൃത്വത്തിനെതിരെ ശബ്ദം ഉയർത്താനുള്ള ത്രാണി പ്രദർശിപ്പിച്ചതായിട്ട് എങ്ങും കേട്ടിട്ടില്ല. ഇപ്പം 21 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ബംഗാളിൽ, പിന്നീട് 10 വർഷം ഇരുന്ന ബുദ്ധദേവ് ദാസ്ഗുപ്തയ്ക്കായാലോ ജ്യോതിബാസുവിനായാലോ ഒന്നും തന്നെ കാര്യമായ എതിർപ്പുകളൊന്നും നേരിടേണ്ടി വന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ കേരളത്തിൽ സ്ഥിതി അതല്ലായിരുന്നു. കുറച്ചുകൂടെ ജനാധിപത്യ സ്വഭാവമുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. EMS അടക്കമുള്ളവരെ വിമർശിക്കാനും അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയാനുള്ള ധൈര്യം കാണിച്ച ഒരു അച്യുതാനന്ദൻ സർക്കാരിനൊക്കെ പലതവണ തിരുത്താൻ വേണ്ടി അത് തന്നെ അത്തരത്തിൽ ആ ഒരു ആർജവം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കാണിച്ചതും അതൊക്കെ പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ട ഏറ്റവും ഒരു വളരെ വ്യത്യസ്തമായ, പാർട്ടിയെ സ്വന്തം കൈപ്പിടിക്കകത്ത് ഒതുക്കിയിട്ട് പാർട്ടിയെ, സർക്കാരിനെ ഒരേപോലെ തന്നെ കൈപ്പിടിയിൽ കൊണ്ടു നടക്കാൻ ഭാഗ്യം ഉണ്ടായ ഒരേ ഒരു CPM നേതാവ് എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ മാത്രമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ വേറെ ആർക്കും ആ സൗഭാഗ്യം ഉള്ളതായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പം ജ്യോതിബാസുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, ജ്യോതിബാസുവിനെതിരെ ഒരു ജ്യോതിബാസു വിരുദ്ധ ചേരി അന്നും ഉണ്ടായിരുന്നു. ആ ജ്യോതിബാസുവിനുള്ള പല കാര്യങ്ങളിൽ എതിർപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു നേതൃത്വം അന്നുമുണ്ട്. പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും എതിരായിട്ടും പാർട്ടിക്കകത്ത് തന്നെയൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം എന്ന് മുതലാണോ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നത്, പ്രത്യേകിച്ച് 2000 മുതൽ 2003 കാലഘട്ടം മുതൽ പാർട്ടിക്കകത്ത് അധീശത്വം ഉറപ്പിച്ചു കഴിഞ്ഞതോടുകൂടി പിന്നെ ആകെ കൂടിയുള്ള അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് പിണറായി VS അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു. അതുപോലും ഏതാണ്ട് 2010 ആയതോടുകൂടി അച്യുതാനന്ദനും ഏതാണ്ട് പരിപൂർണമായി പാർട്ടിയുടെ പിടിവിട്ട് കീഴടങ്ങുന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹം പോയി. പിന്നെ നമ്മൾ കാണുന്നത് എവിടെയാണ്, 2016 അച്യുതാനന്ദൻ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള ഒരു പദവി അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിച്ച് അതിൻ്റെ ഒരു സുഖ സൗകര്യങ്ങളിൽ അഭിരമിച്ച് നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് കണ്ടത്. പക്ഷേ ആ 2016 മുതൽ പാർട്ടിയെയും സർക്കാരിനെയും ഒരേപോലെ തന്നെ കൈപ്പിടിയിലൊതുക്കി തൻ്റെ ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്ന തരത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അപാരസിദ്ധി അല്ലെങ്കിൽ അപാരമായ ഒരു നേതൃത്വ ഗുണം ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. അതായത് പിണറായി വിജയനെതിരെ എഴുന്നേറ്റ് നിന്ന് ഒരു കൈ ചൂണ്ടി വർത്തമാനം പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായെന്നോ ഈ പോക്ക് ശരിയല്ല എന്നോ അല്ലെങ്കിൽ സർക്കാർ ചില തിരുത്തൽ നടപടി വേണമെന്നോ ഒന്നും പറയാൻ തുടർഭരണം കൂടെ ആയപ്പോൾ ഒരു തരത്തിലുള്ള ആരും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ ഏതോ 1-2 സ്ഥലത്ത് ചെറിയ തോതിലെങ്ങാണ്ട് ഉണ്ടായി. പിണറായി പങ്കെടുത്ത ബാക്കി 10-11 ജില്ലകളിലും സമ്പൂർണ്ണ നിശബ്ദത മാത്രം. രാജാവ് നീണാൾ വാഴട്ടെ, രാജാവ് മഹാൻ എന്നൊക്കെയുള്ള മട്ടിലുള്ള സ്തുതിവചനങ്ങൾ മാത്രമാണ് കേട്ടത്. ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ടും സർക്കാർ, പിണറായി വിജയൻ മഹാനാണ്, ബാക്കി എല്ലാവരും മോശക്കാരാണ്, ബാക്കിയവരുടെ പെർഫോമൻസ് ഒന്നും പിണറായി വിജയനെ പ്രതിരോധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള, അതായത് അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ സംഘടിതമായി ഉയർത്തുന്ന, അങ്ങനെ പിണറായി വിജയനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും ആ തരത്തിലേക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വല്ലതും പറഞ്ഞാൽ പോലും നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ അയ്യോ അച്ഛാ പോകരുത് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്ന് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം പിണറായി വിജയൻ മാത്രമേ ഇന്ന് ഈ പാർട്ടിക്കകത്ത് വോട്ട് സംഭരിക്കാനും ഈ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു നേതാവ് അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണയല്ല, അതാണ് സത്യം. അപ്പോൾ ആ ലെവലിൽ ഈ പാർട്ടിയെ എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറയും. അതിൻ്റെ ശരിത്തെറ്റുകളൊക്കെ ചരിത്രം വിലയിരുത്തട്ടെ, അല്ലെങ്കിൽ പാർട്ടി വിലയിരുത്തട്ടെ, എന്തൊക്കെ ഗുണമുണ്ടായോ ദോഷമുണ്ടായോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ഗ്യാദർ ചെയ്യാൻ പിണറായി വിജയനെ മാത്രമേ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തെ മുൻനിർത്തിയുള്ള 2 തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പുകളിൽ പരാജയം സംഭവിച്ചെങ്കിലും
പക്ഷേ നിയമസഭയിൽ ഈ ചരിത്രത്തിൽ രണ്ടാം തവണയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ, ഒരു സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു അതേ നേതാവിന് തന്നെ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ നമ്മൾ നയപരമായ ഒരു കാര്യം പറയുമ്പോഴേ ഇതുവരെ CPM എന്തൊക്കെ നയപരമായി പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായ ഒരു നയരേഖയാണ് ഇപ്പോൾ പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നയരേഖയിൽ ഊന്നി കേരളത്തിലെ CPM മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഈ CPM പറയുന്ന നയരേഖ എന്നൊക്കെ പറയുന്നതിനകത്ത് അടിസ്ഥാനപരമായി CPM ദേശീയ തലത്തിലായാലും ഇവിടെ ഒന്നും അവർക്ക് സ്വന്തമായ ഒരു നയമുണ്ടാക്കി നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ മുൻ BJP സർക്കാരോ ഒക്കെ കൊണ്ടുവരുന്നതിനെ ഏറ്റുപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ എന്തായിരുന്നു CPM എന്തൊക്കെ പറഞ്ഞ് എതിർത്തിട്ടുണ്ടോ അതിനെ മുഴുവൻ വിഴുങ്ങുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ എന്താണ് ഈ പ്രാവശ്യത്തെ നയരേഖയിൽ എന്താ പ്രധാന ചർച്ചാ വിഷയം? സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ പരമാവധി പൈസ അടിച്ചു മാറ്റാം. അതായത് പഴയ കാലത്തെ രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തി പണം പിരിച്ചുകൊണ്ട് പോകുന്ന അതേ തന്നെ സെസ് ഏർപ്പെടുത്തുക, ടോൾ ഏർപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും എളുപ്പത്തിൽ കാര്യം സാധിച്ച് പണം വരുത്താൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും ജനങ്ങളുടെ പോക്കറ്റിൽ 50 രൂപ കിടപ്പുണ്ടെങ്കിൽ 50 രൂപ എങ്ങനെ ഖജനാവിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുതിയ നയരേഖയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഈ സ്വകാര്യവൽക്കരണം ഇന്നിപ്പോൾ പറയുന്നത് 30 വർഷം മുമ്പേ ഇന്ത്യയിലെ മറ്റ് സർക്കാരുകൾ എഫക്റ്റീവായി നടപ്പാക്കിയത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങൾ എത്രയോ കാലം മുമ്പ് തന്നെ സ്വാശ്രയ കോളേജുകൾ സ്ഥാപിച്ചു. നമ്മൾ പിന്നെയും 10-20 വർഷം കഴിഞ്ഞോണം. ഇപ്പം അതിൻ്റെ വക്താക്കളായിട്ട് സർക്കാർ മാറുന്നു. ഇപ്പോൾ എന്താണ് ടോൾ പിരിക്കുന്നതിനെതിരെ വൻ സമരം ഇന്ത്യയിൽ അവിടെ ഇവിടെയെല്ലാം നടത്തി. അത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കെതിരെ ബഹളം ഉണ്ടാക്കി. അത് സെസ് പിരിക്കുന്നതിനെതിരായിട്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ട് പുതിയ നയരേഖ നവകേരളം സൃഷ്ടിക്കപ്പെടാനാന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? ഇത് എന്നേയും നടപ്പിലാക്കേണ്ടതായിരുന്നു. അന്ന് അത്തരത്തിലുള്ള ഒരു സമീപനം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇതെല്ലാം മഹത്തായ കാര്യമാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരികയാണ് നവകേരള സൃഷ്ടി. കേരളം ഏതാണ്ട് പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നവകേരളത്തെക്കുറിച്ച് ആലോചിച്ചു. അതൊന്നും ആ അവസ്ഥയില്ല. അപ്പോൾ വെറുതെ ഇതൊക്കെ ഈ തൽക്കാലത്തേക്ക് കയ്യടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള ന്യായങ്ങളെന്നുള്ളതല്ലാതെ നമുക്കത് കാരണം ഓൾറെഡി സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വന്നു കഴിഞ്ഞു ഇല്ലേ? അപ്പോഴും നമ്മൾ ഇവിടെക്കുറിച്ച് ചർച്ച, ബില്ല് പാസ്സാക്കൽ, അതിന്മേലുള്ള ഘോര ചർച്ചകൾ. 10 കൊല്ലം മുമ്പ് ഇത് നടപ്പിലാക്കുന്നതിന് ചർച്ച നടത്താൻ വന്ന ഒരുത്തന്നെ ചെവിക്കല്ലടിച്ച് താഴെയിട്ട് റോഡിൽ വീണ ടീമുകളാണ്. അപ്പോൾ ഇപ്പോൾ അത് പറയുന്നത് ഇന്നാണ് കാലഘട്ടത്തിന് ആവശ്യം, അന്ന് കാലഘട്ടത്തിന് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള ഈ മണ്ടൻ തീരുമാനങ്ങളെക്കുറിച്ചാണ് പാർട്ടി വളഞ്ഞിരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ നവകേരള സൃഷ്ടി എന്ന് പറയുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ട് എന്ത് തരത്തിലുള്ള നവകേരളത്തെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിൽക്കുകയാണ്. പിന്നെ ഈ സമ്മേളനങ്ങളിൽ എല്ലാം വീണ്ടും കാണുന്നത് പിണറായി വിജയൻ പറയുന്ന ലൈനിനകത്തേക്ക് സഞ്ചരിച്ചു പോവുക എന്നുള്ളത്. അതായത് ഇത് നമുക്ക് ഈ പറ്റുമോ? കേരളം പോലൊരു സ്ഥലത്ത് ഇനി വീണ്ടും ടോൾ പിരിക്കാൻ പോകുന്നത് ജനങ്ങൾ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ സെസ് പിരിവ്, ഇതൊക്കെ നടക്കുന്ന കാര്യം എന്നുപോലും ഒരു വാദത്തിന് വേണ്ടി പോലും ആരും ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരം വാർത്തകളൊന്നും പുറത്തു പോലും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാജാവ് പറയുന്നതല്ലേ ശരി, ഞങ്ങളതെല്ലാം അനുസരിക്കുന്നു, ഞങ്ങൾ വിനീത വിധേയരായ പ്രജകൾ എന്നുള്ള മട്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അതെന്ത് ജനാധിപത്യ പാർട്ടി? അതാണ് മനസ്സിലാവാത്തത്. ഈ പാർട്ടിക്കകത്ത് വേറെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അതെ, ഇതിനകത്ത് ആരും ചോദിക്കാൻ പോലും ഒരു എതിരഭിപ്രായം പറയാൻ അല്ലെ അതല്ല നമുക്ക് ഇത് സ്വീകാര്യമായ കാര്യങ്ങളാണോ, ഇത്തരത്തിൽ വീണ്ടും പിരിവുകൾ, നികുതി ഏർപ്പാടുകൾ കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ പോലും ഒരു ചോദ്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൈയടിച്ച് പാസ്സാക്കി പോവുകയാണ്. അപ്പോൾ ഈ 9 വർഷം കൊണ്ട് എന്ത് നവകേരളമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഒരു 100 പേർക്ക് 150 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും സ്ഥാപനം പുതുതായിട്ട് വന്നോ? ഇതൊന്നും ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരു പുതിയ ബസ് വാങ്ങിച്ച് അത് ഇതുവഴി ഓടി നടന്നു. അത് കണ്ടിപ്പോൾ ഇത് പിന്നെ 1.5 കോടി രൂപ ചിലവാക്കിയത് അത് കട്ടപ്പുറത്ത് കിടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തൊലിപ്പുറത്തുള്ള ചില പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അത് എന്തോ മഹത്തായ കാര്യമാണെന്ന് പറയുകയും അതിൻ്റെ പേരിൽ ആവേശം കൊള്ളുകയും അതിൻ്റെ പേരിൽ പുതിയ നറേറ്റീവ്സ് ഉണ്ടാക്കി ഞങ്ങളാണ് വികസനത്തിൻ്റെ വക്താക്കളെന്ന് പറഞ്ഞു വരുത്താനുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അങ്ങനെയൊന്നും ഉള്ളതായിട്ട് നമുക്കാർക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരായ ആൾക്കാരാണ്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ സത്യം.